എൻ്റെ കണ്ണിന് കാഴ്ച പോയായിരുന്നു. കാഴ്ച പോയെന്ന് പറഞ്ഞാൽ വീണപ്പോൾ എൻ്റെ കണ്ണിനെ ഒരുപാട് ചികിത്സ നടത്തിയിട്ടൊന്നും അത് മാറിയില്ല. ഈ ഒരു വള്ളിയെ തട്ടി മണ്ണിലോട്ടങ്ങ് അടിച്ചും തല്ലിയ വീണത്. അപ്പോൾ എൻ്റെ ഈ കണ്ണിന് മണ്ണ് നിറഞ്ഞായിരുന്നു. ആ മണ്ണ് നിറഞ്ഞപ്പോഴത്തേക്ക് കണ്ണിൻ്റെ കാഴ്ച പോയി. മണ്ണിലോട്ട് വീണപ്പോഴത്തേക്ക് നിറച്ച് മണ്ണ് കയറിയായിരുന്നു. ആ മണ്ണ് കയറിയപ്പോഴത്തേക്ക് ഞരമ്പ് പൊടിഞ്ഞു പോയി. അപ്പോൾ നമുക്ക് അനുഭവങ്ങൾ ഇങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് അനുഭവങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ കൂടെ അമ്മയുണ്ട്. അപ്പോൾ അമ്മയുടെ പേരെന്ന്? എൻ്റെ പേര് ഷീബ. അമ്മയ്ക്ക് ഇവിടെ ക്ഷേത്രത്തിൽ വന്നതിന് ശേഷം എന്തെങ്കിലും അനുഭവം? എൻ്റെ കണ്ണിന് കാഴ്ച പോയായിരുന്നു. കാഴ്ച പോയെന്ന് പറഞ്ഞാൽ വീണപ്പോൾ എൻ്റെ കണ്ണിനെ ഒരുപാട് ചികിത്സ നടത്തിയിട്ടൊന്നും അത് മാറിയില്ല. അങ്ങനെയാണ് ഞാനിവിടെ വരുന്നത്. അങ്ങനെ വീണ ഈ ഒരു വള്ളിയെ തട്ടി മണ്ണിലോട്ടങ്ങ് അടിച്ചും തല്ലിയ വീണത്. അപ്പോൾ എൻ്റെ ഈ കണ്ണിന് മണ്ണ് നിറഞ്ഞായിരുന്നു. ആ മണ്ണ് നിറഞ്ഞപ്പോഴത്തേക്ക് കണ്ണിൻ്റെ കാഴ്ച പോയി. അത് അന്നേരം ഫെബ്രുവരി 6-ാം തീയതി എന്നിട്ട് 2023 ഫെബ്രുവരി 6-ാം തീയതിയാണ് ഞാൻ വിഷ്ണു നോക്കി പറഞ്ഞതിന് കുഴപ്പമില്ല. വിഷ്ണു വീണപ്പോഴത്തേക്ക് ഇങ്ങനെ മണ്ണിലോട്ട് വീണപ്പോഴത്തേക്ക് നിറച്ച് മണ്ണ് കയറിയായിരുന്നു. ആ മണ്ണ് കയറിയപ്പോഴത്തേക്ക് ഞരമ്പ് പൊടിഞ്ഞു പോയി. അപ്പോൾ നമ്മൾ ഒരുപാട് ഡോക്ടർമാരെയൊന്നും കാണിച്ചിട്ടൊന്നും ഒരു കുറവില്ല. അങ്ങനെയാണ് ഈ തിരുനെൽവേലിയിൽ കാണിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ. അപ്പോൾ ഞാനിവിടെ വന്ന് അമ്മയടുത്ത് പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ അമ്മയടുത്ത് വന്ന് ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞില്ല, ഒരു കുഴപ്പമില്ല, അമ്മ മാറ്റിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് കണ്ണിന് ഓപ്പറേഷൻ ചെയ്തപ്പോൾ. അപ്പോൾ എനിക്ക് നിങ്ങളെ കാണാം, എനിക്ക് വായിക്കാനൊന്നും ഈ കണ്ണുകൊണ്ടേ വായിക്കാൻ പറ്റുള്ളൂ. ഇത് കാണാമെന്നുള്ള ഇതിലായിട്ട് ആക്കി തന്നു അമ്മയാണ്. പിന്നെ അത് തന്നെയല്ല ഞാനിങ്ങനെ എസ്കലേറ്ററിൻ്റെ അവിടുന്ന് ഞാനിതുപോലെ ഞാനെപ്പോഴും ഓം നമഃ ശിവായ വിളിച്ചിട്ട് നടക്കാം. അപ്പോൾ 5-ാമത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നു ട്രെയിൻ. അപ്പം ഞാൻ ആ എസ്കലേറ്ററിൽ കയറി എസ്കലേറ്ററിന് മുകളിലോട്ട് ഇങ്ങനെ പോയപ്പോൾ ഞാനൊന്ന് സൈഡിൽ പിടിക്കാൻ ചെന്നപ്പോൾ ഉരുണ്ടുരുണ്ട് ഞാൻ താഴത്തോട്ട് വീണു. ഈ വെച്ചാൽ മതിയാ അത് അങ്ങനെ ഉരുണ്ടുരുണ്ടാണ്. അപ്പോൾ ഇവിടെ തുള്ളിയപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞ്, മഹാദേവനെ വിളിച്ചിട്ടല്ലേ നടക്കുന്നത്, മഹാദേവൻ്റെ കയ്യിലാണ് ഞാൻ വന്ന് വീണെന്ന് പറയും. അപ്പം നമ്മുടെ ഇവിടെ ഒരു അപ്പൂപ്പനുണ്ട്, ഇരിക്കുന്നതാണ് അപ്പൂപ്പൻ. ആ അപ്പൂപ്പനോട് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അപ്പൂപ്പൻ അത് സാധിച്ചു തരുന്ന ഒരു അപ്പൂപ്പനാണ് ഇവിടെ ഇരിക്കുന്നത്. മറ്റേ ഞാൻ ദൈവങ്ങളെല്ലാം വിളിക്കുമെങ്കിൽ ഈ അപ്പൂപ്പനെ എനിക്ക് ഭയങ്കര വിശ്വാസം. അപ്പൂപ്പന് നമ്മൾ മുറുക്കൻ, അതാണ് അപ്പൂപ്പന് വേണ്ടത്. അമ്മ എന്ത് കാര്യമാണെങ്കിലും അപ്പൂപ്പനോട് പറഞ്ഞു കഴിയുമ്പോൾ ഈ അമ്മയുടെ ദേഹത്ത് വരും അപ്പൂപ്പൻ. അപ്പം നമ്മുടെ എന്ത് കാര്യമാണെങ്കിലും അപ്പൂപ്പൻ സഹായിച്ചു തരും. അപ്പൂപ്പന് നമ്മൾ ഒരു കുപ്പി കള്ള ഈ മുറുക്കാനെ വെച്ച് അപ്പൂപ്പൻ നമ്മളെ അനുഗ്രഹിക്കുന്നതാണ്. പിന്നെ നമ്മുടെ എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും ഇവിടുത്തെ അമ്മ ഈ അമ്മയോട് പറയും, നമുക്ക് എന്ത് കാര്യമാണെങ്കിലും സാധിച്ചു തരാനായിട്ട് അമ്മയടുത്ത് വന്ന് നമ്മൾ പറയുമ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കും. നമുക്കത് കേൾക്കാനൊന്നും പറ്റത്തില്ല. അമ്മയും കൂടെ സംസാരിച്ചിട്ട് നമുക്കതിനുള്ള വിവരങ്ങളൊക്കെ തരത്തേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ അനുഭവങ്ങളൊക്കെ വന്നത്. അതുകൊണ്ട് ഞാനൊരിക്കലും മുടക്കം വരാതെ വരുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ നേരത്തെ ഞങ്ങൾക്ക് എല്ലാ ദിവസവും പ്രാർത്ഥന ഉണ്ടാകും. ഇപ്പോൾ വെള്ളി ചൊവ്വായും മാത്രമേ ഇവിടെ പ്രാർത്ഥനയുള്ളൂ. മറ്റു വേണ്ട അനുഭവങ്ങൾ ഓർമ്മ വരുന്നുണ്ടോ? അങ്ങനെ നമുക്ക് ശരിക്കും നല്ല അനുഭവങ്ങളാണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടും. നമ്മൾ കുടുംബത്തിനാണെങ്കിൽ ഇപ്പോൾ സമാധാനമുണ്ട്. നേരത്തെ എപ്പോഴും വഴക്കും ഇതിപ്പോൾ എൻ്റെ ഭർത്താവും വരും ഇവിടെ. ഇപ്പം അതുകൊണ്ട് നമുക്ക് നല്ല ഇതായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ അതുപോലെ തന്നെ കാളിയുള്ള തന്നെ കൃഷ്ണ ഭഗവാനുണ്ട്. കൃഷ്ണ ഭഗവാൻ ഒരുപാട് ഭക്തരുള്ള ഒരാളൂടെയുണ്ട്. കൃഷ്ണഭഗവാനുണ്ട്. അമ്മയും കൃഷ്ണഭക്തിയായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഭഗവാൻ എന്തെങ്കിലും അനുഭവങ്ങളോ ഓർക്കുണ്ടോ? ഗുരുവായൂരൊക്കെ പോകാറുണ്ടോ? ഗുരുവായൂർ അമ്മയുടെ കൂടെ പോകാറുണ്ട്. എന്തെങ്കിലും അനുഭവങ്ങൾ, കൃഷ്ണൻ്റെ അനുഭവങ്ങൾ സ്വപ്നത്തിൽ വരിക? നമ്മളെ എപ്പോഴും ഭഗവാൻ എനിക്ക് അങ്ങനെ സ്വപ്നമൊന്നും, ഞാൻ എപ്പോഴും ഇങ്ങനെ 108 പ്രാവശ്യം ഇങ്ങനെ ചൊല്ലി അയച്ച് ഞാൻ കിടക്കുന്നതുകൊണ്ട് എനിക്ക് ചീത്ത സ്വപ്നങ്ങളൊന്നും കാണാറില്ല. പിന്നെ നമ്മളിങ്ങനെ ഭഗവാനെ വിളിച്ചതുകൊണ്ട് എനിക്ക് ആ ഒരു അനുഭവമേ ഉള്ളൂ. പിന്നെ ഇവിടെ വന്ന അമ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ ഉടനെ അത് വിളിക്കും. ഇവിടുത്തെ അമ്മ
അങ്ങനെയുള്ള ഒരു നല്ല ഇതാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഭഗവാനെ ഏത് രൂപത്തിൽ കാണാൻ ഇഷ്ടമാണ്? അല്ലെങ്കിൽ കുഞ്ഞു കൃഷ്ണനായിട്ടാണോ അല്ലെങ്കിൽ എനിക്ക് കുഞ്ഞികൃഷ്ണനെ ഇഷ്ടം. കൃഷ്ണനായിട്ട് കാണാനാണ് ഇഷ്ടം? കുഞ്ഞികൃഷ്ണനെ ഗുരുവായൂർ ചെല്ലുമ്പോഴും മനസ്സിൽ അങ്ങനെയാണ് മനസ്സിലാണ് അത്. പിന്നെ ഗുരുവായൂരപ്പൻ്റെ പടമല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ, വേറെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. പിന്നെ എപ്പോഴും നമുക്കിപ്പോൾ ഗുരുവായൂർ ചെന്നാലും കാണാൻ പറ്റുന്നില്ല ഭഗവാനെ. ചിലപ്പോഴൊക്കെ ചെന്നിട്ടും പുറത്തുനിന്ന് തൊഴുതിട്ട് പോരുന്ന ഇതാണ് നമുക്ക് വരുന്നത്. കൊടുങ്ങല്ലൂരമ്മ എപ്പോഴും നമുക്ക് ചെന്നാൽ കാണാം. അത്രേ ഉള്ളൂ. അവിടെ തിരക്കായതുകൊണ്ട് പോയി കെട്ടുകൊണ്ട് പോയി മീനമാസത്തിൽ. ഗുരുവായൂർ പോയില്ല. ഗുരുവായൂർ അമ്മയുടെ കൂടെ 3-4 മാസത്തിന് മുമ്പ് പോയായിരുന്നു. അത് പോയപ്പോൾ രാത്രിയിൽ പകൽ വെളുപ്പിനെയും ഞങ്ങൾ 2 നേരവും തൊഴുതിട്ടാണ് പോകുന്നത്. അമ്മയുടെ കൂടെ പോയാൽ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാകും. പിന്നെ കൊടുങ്ങല്ലൂർ പോയി നമ്മൾ കെട്ടും കൊണ്ടാണ് പോയത്. നമുക്ക് പിന്നെ ഈ മീനമാസത്തിൽ പിന്നെ കാവ് തീണ്ടലിന് പോയായിരുന്നു. അതൊക്കെ സന്തോഷം. മംഗളവസ്ത്രം സമർപ്പയാമി. അക്ഷയ തൊട്ടോളൂ കേട്ടോ. മംഗളവസ്ത്രം സമർപ്പയാമി. മംഗളവസ്ത്രം 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 സമർപ്പയാമി. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ശ്രീഭദ്രകാളീ നമോസ്തുതേ. മംഗളവസ്ത്രം സമർപ്പയാമി. ആജ്യം സമർപ്പയാമി. കർപ്പൂരദീപം സമർപ്പയാമി. കുടമണി ഒന്നിച്ചടിച്ചു. ഓം സോമോവ ഏതസ്യ രാജ്യമാദത്തെ യോ രാജാ സരാജ്യോ വ സോമേനേദതേ ദേവസ്സുവാമേതാനി പ്രയച്ഛന്തെ തേന പുനഃസുവന്ദേ രാജ്യായ ദേവസുരാജാ ഭവതി. കലശത്തിൽ കാണിച്ചു, ഭദ്രകാളി വിഗ്രഹത്തിൽ കാണിച്ചു. പരിപൂർണമായും വിശ്വസിക്കുന്നവർക്ക് ഭഗവാൻ എന്നും ഒരു ആശ്രയമാണ്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഈ അനുഭവങ്ങൾ? ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്കും ഇതേപോലെയുള്ള അനുഭവ കഥകളും ശ്രീകൃഷ്ണ അനുഭവങ്ങളും എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ കമൻറ്റിൽ പിൻ ചെയ്തിട്ടുള്ള നമ്പറിലേക്ക് എഴുതി അയക്കാവുന്നതാണ് കേട്ടോ. ഞങ്ങളത് ലൈവിലോ അല്ലെങ്കിൽ ഒരു വീഡിയോയിലൂടെയോ അത് വായിച്ച് മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും എത്തിക്കുന്നതാണ്. ശരി, അപ്പോൾ വേറെയൊന്നുമില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഇതേപോലെയുള്ള കൂടുതൽ അനുഭവ കഥകളും അറിവുകളും ഭഗവാന്റെ വഴിപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാ ഭക്തജനങ്ങളെയും 2 കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. കാണാം, പകലാം. നന്ദി, നമസ്കാരം.